excellent bike. Congratulations. Oh, bravo. Very nice. Okay. Very nice. എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടിക്കാരൻ ചങ്ങാതിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹിമാലയൻ 450യുടെ വിശേഷങ്ങളാണ്. ഈ വീഡിയോയ്ക്ക് 3 ഭാഗങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, നമ്മൾ ഈ വണ്ടി മേടിക്കാനുള്ള കാരണം, ഈ വണ്ടി ഏതൊക്കെ പിന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, എന്ത് കാര്യത്തിനാണ് മേടിച്ചത്, ഇതിന് ഓൺ റോഡ് പ്രൈസ് എത്രയായി, ഇതിൻ്റെ വേരിയൻ്റ് ഏതൊക്കെയാണുള്ളത്, ഇതിന് വേറെ അഡീഷണൽ ആക്സസറീസ് എന്തൊക്കെയാണ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ഒന്നാം ഭാഗത്തിൽ പറയുന്നത്. രണ്ടാം ഭാഗത്തിൽ ഞാനിപ്പോൾ അത് 2600 കിലോമീറ്ററോളം ഓടിച്ചു. 1900 കിലോമീറ്ററിൻ്റെ ഒരു ലോങ് ട്രിപ്പ് പോയിരുന്നു 2 ഡേയ്സ് കൊണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം, പിന്നെ തിരൂരങ്ങാടിയിൽ നിന്ന് ചാലക്കുടി, അങ്ങനെയുള്ള ചെറിയ ചെറിയ റൈഡുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ പറയുന്നുണ്ടാവുക. മൂന്നാമത്തെ ഭാഗത്തിൽ ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹിമാലയൻ 450. ഇത് ഹാനിൽ ബ്ലാക്ക് എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിപ്പോൾ ഓൺ റോഡ് പ്രൈസ് 3,83,000 രൂപയാണ് ആയത്. എക്സ്റ്റൻഡ് വാറണ്ടിക്കൊക്കെ 7,000 രൂപ വേറെ അഡീഷണൽ വരും. വേറെ ഷോറൂമിൽ നിന്ന് വേറെ എക്സ്ട്രാ ആക്സസറീസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമുക്ക് ആ കൂടി ഒരു ഫുൾ ഫേസ് അല്ലാത്ത ഹെൽമെറ്റാണ് ഷോറൂമിൽ നിന്ന് കിട്ടിയത്. പിന്നെ ഈ വണ്ടിയുടെ കൂടാതെ ഇതിൻ്റെ താഴെ ലെഗോൺ ബ്ലൂ ഒക്കെ 3,74 വരുന്നുണ്ട്. പിന്നെ ഒരു വൈറ്റ് 3,68 വരുന്നുണ്ട്. ഇതാണ് വേറെ ഓപ്ഷൻസ് ഞാൻ കണ്ടത്. പിന്നെ നമ്മൾ ഈ വണ്ടി മേടിക്കാനുള്ള കാരണം, എനിക്ക് ലഡാക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഡാക്കിൽ പോകാനായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം, പവർ വേണം, വൈബ്രേഷൻ കുറവുണ്ടാവണം, അത്യാവശ്യം മൈലേജ് വേണം എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പോയിന്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം തന്നെയായിരുന്നു. ഈ വണ്ടി കൂടാതെ ബെനലിയുടെ TRK 502 ആണ് നമ്മൾ നോക്കിയത്. പിന്നെ KTM അഡ്വഞ്ചറിൻ്റെ 390 ആണ് നോക്കിയത്. KTM അഡ്വഞ്ചർ 390 നല്ല വണ്ടിയായിരുന്നു. ഇത് രണ്ടിലും ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇല്ലാതിരുന്നില്ല. TRK 502 അങ്ങനെ എന്താ പറയുക, ഞാൻ പറയുന്ന പോലെ ഒരു പവറോ അങ്ങനെ ഒരു പുഷൊന്നും തോന്നിയില്ല. പക്ഷേ റൈഡിങ് വളരെ സുഖമായിട്ടിരിക്കാം. പിന്നെ സസ്പെൻഷൻ കുറച്ചും കൂടി എനിക്ക് ഇതാണ് ബെറ്ററായിട്ട് തോന്നിയത്. പിന്നെ ആ വണ്ടിക്ക് കുറച്ചുകൂടി വെയിറ്റ് തോന്നിയിരുന്നു. ഈ വണ്ടി 196 കിലോഗ്രാം വരുന്നത്, TRK 236 എന്തോ ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ മൈലേജ് 20 കിലോമീറ്ററൊക്കെ കിട്ടുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ TRK ഒറ്റയടിക്ക് നമ്മൾ ഒഴിവാക്കിയിരുന്നു. പിന്നെയാണ് നമ്മൾ KTM അഡ്വഞ്ചർ 390 നോക്കിയത്. സൂപ്പർ വണ്ടിയാണ്, ഒന്നും പറയാനില്ല. പക്ഷേ അത്രയും വിലയ്ക്കുള്ളൊരു വണ്ടി ഉണ്ടോ എന്ന് തോന്നിയതുകൊണ്ട് അത് ഒഴിവാക്കി. ഈ വണ്ടിയിൽ നമ്മൾ എക്സ്ട്രാ പിടിപ്പിച്ചേക്കുന്ന ആക്സസറീസ് എന്ന് പറയുന്നത് ഒരു മൊബൈൽ ഹോൾഡറും GPS മൗണ്ടും വെച്ചായിരുന്നു. ഇത് രണ്ടും കൂടി 2,000 രൂപയാണ് വന്നത്, GPS മൗണ്ടും മൊബൈൽ ഹോൾഡറും. പിന്നെ ഇത് നമ്മുടെ ഗോപ്രോയുടെ മൗണ്ടാണ്. ഇതിപ്പോൾ നമ്മൾ ലഡാക്കിൽ പോകുമ്പോൾ വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നതാണ്. പിന്നെ അതുകൂടാതെ നമ്മളൊരു ക്രാഷ് ഗാർഡ് വിത്ത് സ്ലൈഡിംഗ് ബാർ കൊടുത്തിരുന്നു. ഇത് സന എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇതിന് 4,200 രൂപയാണ് വന്നത്. ബസൂക്ക എന്ന് പറഞ്ഞ് ബ്രാൻഡ് ഡോസിൽ ഒരെണ്ണം കണ്ടായിരുന്നു, അതിന് 5,800 വന്നിരുന്നത്. പിന്നെ സാഡിൽ സ്റ്റേ ആണിത്, ഇതിനും 3,200 രൂപയാണ് വന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ ബാഷ് പ്ലേറ്റ് വെച്ചു. അത് ഇത്തിരി കനം കൂടിയതാണ്. ഇതിൻ്റെ ഒറിജിനൽ ബാഷ് പ്ലേറ്റ് ഞാൻ കാണിച്ചുതരാം. ഇത് അപ്പൻ്റെ വണ്ടിയാണ്, നമ്മുടെ പഴയ ക്ലാസിക് 350 ആണ്. ഇതിൻ്റെ ഒറിജിനൽ ബാഷ് പ്ലേറ്റ് ഈ സാധനമാണ്. ഇതിനങ്ങനെ കട്ട് ചെയ്യാനൊന്നുമില്ല, സിമ്പിൾ സാധനമാണ്. ഇപ്പോൾ നമ്മൾ വെച്ചേക്കുന്നത് നല്ല തിക്നെസ്സുള്ള അടിപൊളി സാധനമാണ്. നമ്മളിനിപ്പോൾ ലഡാക്കിൽ പോകുമ്പോൾ തട്ടിക്കോട്ടെ എന്നുള്ള മൈൻഡിൽ തന്നെയാണ് ഈ സാധനം വെച്ചേക്കുന്നത്, ബാഷ് പ്ലേറ്റ്. പിന്നെ അതുകൂടാതെ നമ്മൾ കൊടുത്തേക്കുന്ന ഒരു ഫോർക്കിൻ്റെ പ്രൊട്ടക്ടറായിട്ടാണ്. ഇപ്പോൾ നമ്മൾ സൈഡ് ചെരിഞ്ഞാലും ഫോർക്കിന് ബെൻഡൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു ഫോർക്ക് പ്രൊട്ടക്ടർ നമ്മൾ കൊടുത്തായിരുന്നു. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഒരു വലിയ വൈസറാണ്. വലിയ വൈസർ കിട്ടാനില്ലാത്തതുകൊണ്ട് മേടിക്കാത്തതാണ്. ഒരു 90 കിലോമീറ്റർ 100 കിലോമീറ്ററൊക്കെ എനിക്ക് ഒരു വിൻഡ് പ്രൊട്ടക്ഷൻ തോന്നിയുള്ളൂ. അത് കഴിയുമ്പോൾ എനിക്ക് നല്ല കാറ്റ് കിട്ടണ പോലെ തോന്നിയിരുന്നു. അപ്പോൾ അതെന്തായാലും മേടിച്ച് വെക്കേണ്ടി വരും. പിന്നെ ഹെഡ്ലൈറ്റ് വളരെ ഷോക്കാണ്. ഇത് താത്തി വെക്കാനായാലും വലിയ ഓപ്ഷനൊന്നുമില്ല, ഇത്തിരി കോളൊക്കെ താത്താനുള്ളൂ. അപ്പോൾ ഹെഡ്ലൈറ്റ് എന്തായാലും ഒരു ഓക്സിലറി ലാമ്പ് വെച്ച് കൊടുക്കേണ്ടി വരും നൈറ്റ് ഓടിക്കുന്നുണ്ടെങ്കിൽ. എനിക്ക് നൈറ്റ് ഇപ്പോൾ ഓടിക്കാൻ തൽക്കാലത്തേക്ക് ഇപ്പോൾ പ്ലാനില്ല. ലഡാക്ക് ട്രിപ്പിൽ ഞങ്ങൾ നൈറ്റ് ഓടിക്കേണ്ടതെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ഹെഡ്ലൈറ്റ് ഗ്രില്ല് കൊടുക്കണം. ഞങ്ങൾ 2 ഫ്രണ്ട്സ് കൂടെ പോകുന്നത്, അപ്പോൾ അവരുടെ ബാക്കിൽ കൂടെ പോകുമ്പോൾ കല്ലൊന്നും തട്ടരുതല്ലോ. അപ്പോൾ ഹെഡ്ലൈറ്റ് ഗ്രില്ലും വൈസറും പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹോൺ ഒരു അലമ്പ് ഹോണാണ്, അതൊന്ന് മാറ്റി വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ നമുക്ക് വേറെ അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമായിട്ടില്ല. അപ്പോൾ ഇതാണ്. പിന്നെ നമ്മളിപ്പോൾ സാഡിൽ ബാഗ് മേടിച്ചായിരുന്നു. സാഡിൽ ബാഗ് മേടിക്കാൻ കാരണം ലഡാക്കിലേക്ക് പോകാനായിട്ട് നമ്മളിപ്പോൾ 2 ബാഗും ഒരു ടോപ്പ് ബാഗുമാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. വേറെ ടാങ്കിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കൊരു ടാങ്ക് ബാഗ് വെക്കാനൊന്നും തോന്നിയില്ലായിരുന്നു.
അപ്പോൾ അങ്ങനെയാണ് ബാഗ് പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിലും ഏറ്റവും താഴ്ത്തിയ പൊസിഷനിൽ ഇരുന്നാലും വണ്ടിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് ബുക്ക് ചെയ്യണേക്കാളും മുമ്പ് ഇരുന്ന് ഹൈറ്റൊക്കെ നോക്കിയിട്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ട് വരും. കാരണം വണ്ടി നല്ല ഹൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് എടുക്കാനോ റിവേഴ്സ് എടുക്കാന്ന് വെച്ചാൽ വണ്ടി കാലുകുത്തി തിരിക്കാനൊക്കെ ഭയങ്കര പാടാണ്. കല്ലെടുത്ത് കളയണമല്ലോ. അപ്പോൾ ഹൈറ്റ് എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനൊരു ലിമിറ്റേഷനൊക്കെ ഉണ്ട്. പിന്നെ റേഡിയേറ്റർ ഗ്രില്ലൊക്കെ മേടിക്കാൻ കിട്ടും. ഞാനതൊന്നും വെക്കാത്തതാണ്. ഞാൻ ഏറ്റവും അത്യാവശ്യം എന്ന് തോന്നിയ സാധനങ്ങൾ മാത്രമാണ് വെച്ചേക്കുന്നത്. പിന്നെ സാഡിൽ ബാഗ് ഇത് 50 ലിറ്ററിൻ്റെ 2 ഇതെൻ്റെ അല്ല, കൂട്ടുകാരൻ തന്നതാണ്. എൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ അവൻ്റെ ബെല്ലുണ്ടെന്ന് പറഞ്ഞ് തന്നതാണ്. പിന്നെ നമ്മളിതിൽ വേറെ അങ്ങനെ ആക്സസറീസ് ഒന്നും ചെയ്തിട്ടില്ല. അടിപൊളി ഒരു ക്ലസ്റ്ററാണ് നമുക്ക് ഹിമാലയൻ 450 വരുന്നത്. പക്ഷേ ഇതിൽ നാവിഗേഷനൊക്കെ നമുക്ക് മൊബൈലിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയും. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻ മിററിങ് ഇല്ലേ, ആ പരിപാടി തന്നെയാണ്. അതായത് നമ്മുടെ സ്ക്രീനും ഫോണും വൈഫൈയും ഫുൾ ടൈം ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ അതിന് നല്ലത് മൊബൈൽ ഹോൾഡർ വയ്ക്കേണ്ടതായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീൻ ക്ലിയർ അല്ലായിരിക്കും, ഫ്ലിക്കറിങ് ഉണ്ട്. പിന്നെ ഇത് ഡേ ടൈം ലൈറ്റ് അനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് ഡാർക്കും ബ്രൈറ്റും ആവുന്നതാണ്. പിന്നെ നമുക്കിതിൽ മോഡ് മാറ്റാനുള്ള ബട്ടണാണ് ഈ വരുന്നത്. നമുക്ക് വരുന്നത് ഇതിപ്പോൾ റൈഡ് മോഡ് പെർഫോമൻസ് ആണ്. ABS ഓൺ, മൈലേജ് കുറവായിരിക്കും, ഫുൾ പവർ ഉണ്ടാവും. പിന്നെ ഇത് പെർഫോമൻസ് ABS, റിയർ ABS ഓഫ് റോഡിലൊക്കെ നമുക്ക് ഓഫ് ചെയ്തിടണമെന്നുള്ളതാണ്. പിന്നെ വരുന്നത് എക്കോ മോഡ് ABS ഓൺ ആണ്, മൈലേജ് പവർ കുറവ്. പിന്നെ എക്കോ മോഡ് ABS ഓഫ്. ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ മോഡുകൾ വരുന്നത്. ഞാൻ പെർഫോമൻസ് ABS ഓൺ തന്നെയാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിതിൽ 2573 കിലോമീറ്റർ നമ്മൾ ഉപയോഗിച്ചു. അതിൽ നമുക്ക് കിട്ടുന്ന മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഫോൺ കണക്ട് ചെയ്യാനുള്ള എന്താ പറയുക, ലിങ്ക് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു പരിപാടിയാണ്. ഇത് നമുക്ക് അപ്പിയറൻസ് മാറ്റാനും ട്രിപ്പും വെഹിക്കിളിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ നോക്കാനുള്ളതാണ്. പിന്നെ ഇത് ട്രിപ്പ് 1 ഞാനിപ്പോൾ റീസെറ്റ് ചെയ്തു. നാളെ ഇപ്പോൾ ലഡാക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ട്രിപ്പ് 2-ൽ 34 കിലോമീറ്ററാണ് മൈലേജ് കാണിച്ചിരിക്കുന്നത്. എനിക്ക് ഏകദേശം 30 മുകളിൽ തന്നെ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്ത റൈഡ് എന്ന് പറയുന്നത് ചാലക്കുടി ടു കൊല്ലം, കൊല്ലം ടു റാന്നി ടു കൊടൈക്കനാൽ ടു കൊല്ലം. അപ്പോൾ ഏകദേശം ഒരു 1500 കിലോമീറ്ററോളം ഒരു 4 ദിവസം കൊണ്ട് ഞങ്ങൾ വന്നിരുന്നു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പവർ തന്നെയാണ്. നമ്മുടെ കുമളിയും തേനി കമ്പം റോഡിലൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഡൗൺ ചെയ്ത് കൊടുത്താൽ പറന്ന് കയറി പോവാം. പിന്നെ ടയർ C8-ൻ്റെ ആണെങ്കിലും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് തോന്നിയത്. അങ്ങനെ ടയറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സംശയമോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. കോർണറൊക്കെ എടുക്കാൻ നല്ല രസമാണ്, ഒരു കുഴപ്പമില്ല, ഒരു കോൺഫിഡൻസ് കുറവില്ല. വണ്ടി ആകെ അലമ്പായിട്ടിരിക്കാൻ വാഷ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പോണക്കാവിൻ്റെ വാഷ് ചെയ്യണം, ചെയിൻ ലൂബ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ട്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ പില്ലിയൻ റൈഡായിട്ടാണ് പോയത്. പില്ലിയനായാലും കാല് വയ്ക്കാൻ വളരെ സുഖമാണ്. ഇങ്ങനെ എന്താ പറയുക, ചില വണ്ടികളെ പോലെ ചരിഞ്ഞ് കിടക്കുകയും മറയൊന്നും വേണ്ട, കംഫർട്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇരിക്കാനൊക്കെ സുഖമാണ്. ആ കൂടെയുള്ള കാര്യം കയറാനും ഇറങ്ങാനും നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ അപ്പോഴാണ് എൻ്റെ പില്ലിയൻ സൈഡ് സ്റ്റാൻഡ് ഇട്ടാണ് വണ്ടിയിൽ കയറുന്നത് ഇറങ്ങുന്നതൊക്കെ. സൈഡ് സ്റ്റാൻഡ് അത്രയും സ്ട്രോങ് ആണ്. 50 കിലോ 60 കിലോ ആയാലും ഈ സൈഡ് സ്റ്റാൻഡ് ഇട്ടാണ് ഇവിടുന്ന് കയറി ഇവിടേക്ക് നിരങ്ങിയാണ് ഇരുന്നിരുന്നത്. അപ്പോൾ സൈഡ് സ്റ്റാൻഡ് സ്ട്രോങ് ആണ്. ഇനി സംശയമുള്ളവർക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് സൈഡ് സ്റ്റാൻഡ് ചെക്ക് ചെയ്ത് നല്ലതായിരിക്കും. അല്ലാതെ ഇങ്ങനെ ചവിട്ടി കയറുമ്പോൾ ഗേൾസിനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും പല പ്രാവശ്യം ആകുമ്പോൾ. നമ്മളിപ്പോൾ ലോങ്ങൊക്കെ പോകുമ്പോൾ എന്തായാലും 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൂടുമ്പോൾ ഇറങ്ങി കയറണ്ടേ. 10 പ്രാവശ്യമൊക്കെ ആകുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിന്നെന്താ പറയാനുള്ളത്, സീറ്റ് ഹൈറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, പോസ്റ്റർ പറഞ്ഞു, മൈലേജ് പറഞ്ഞു, പവർ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ ഞങ്ങളുടെ ലോങ് ഡ്രൈവ് പോയ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ താങ്ക് യു. പിന്നെ ഡിസഡ്വാൻറ്റേജ് അത് നമുക്കൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം.